ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു തേങ്ങാ ചട്നി തയ്യാറാക്കിയാലോ? എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രോസൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോർമൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇത് എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, 3 ചെറുള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇത് അടുപ്പത്ത് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുകൊന്ന് നന്നായി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് പച്ചമണം മാറിയെന്ന് തോന്നുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന അരപ്പ് തിളക്കാൻ പാടില്ല. അതിന് മുന്നേ നമ്മൾ അടുപ്പത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അടുപ്പത്ത് നിന്ന് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തേങ്ങാ ചട്നിയുടെ റെസിപ്പി. വളരെ സിമ്പിളാണ്. ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.